കുറവർ സമുദായ സംരക്ഷണ സമിതിക്ക് പതാക അനുവദിച്ചു കിട്ടിയതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സംഘടനയുടെ ആവശ്യപ്രകാരം സർക്കാരിന് അപേക്ഷ നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് അനുമതി ലഭിച്ചതെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇളവുകാട് ജയപുത്രൻ പറഞ്ഞു. ഇന്ന് ഈ കേരളപ്പിറവി ദിവസമായി, ഇന്ന് ഒരു നല്ല ദിവസമായി നമുക്കെല്ലാം ആഘോഷിക്കുന്ന വേളയിൽ അതിനോടൊപ്പം തന്നെ അർജന്റീന പത്രസമ്മേളനം ഞങ്ങൾ വിളിച്ചു കൂട്ടിയത് കുറവർ സമുദായ സംരക്ഷണ സമിതിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെയും താലൂക്കിൻ്റെയും ശാഖക്കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഈ പത്രസമ്മേളനം അർജന്റായിട്ട് വിളിച്ചു കൂട്ടി ഇവിടെ കൂടാൻ സാഹചര്യം 2019 സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം സംഘടനയ്ക്ക് ഒരു കൊടിയില്ലാതാകുകയും കേരളത്തിൽ ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കേരളത്തിലെ വിവിധ കുറവ സമുദായത്തിലെ സംഘടനകളെ ഒരു കൊടിയുടെ കീഴിൽ പ്രവർത്തിപ്പിക്കുവാൻ വേണ്ടി പ്രവർത്തിക്കുന്നതിന് പ്രയത്നം ചെയ്യുന്ന സംഘടനയാണ് കുറവർ സമുദായ സംരക്ഷണ സമിതി. 1996 ജൂൺ മാസം 12-ാം തീയതി ഈ സംഘടനയ്ക്ക് രജിസ്റ്റർ കിട്ടുകയും കേരളത്തിലെ വിവിധ ജില്ലകളിൽ പ്രവർത്തിക്കുകയും സംസ്ഥാന തലത്തിൽ ഉയരുകയും ചെയ്ത ഈ പ്രസ്ഥാനം ഈ കഴിഞ്ഞ സെപ്റ്റംബർ 26-ാം തീയതി സംഘടനയുടെ പേരിൽ ഒരു കൊടിയില്ലാത്ത ദുഃഖം ഉണ്ടാവുകയും മരണാനന്തര ചടങ്ങുകളിൽ, വിഭാഗ പാർട്ടികളിൽ, പ്രക്ഷോഭങ്ങളിൽ, സമരങ്ങളിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ മുദ്രയായി കാണിക്കുവാൻ സംരക്ഷണ സമിതിക്ക് ഒരു അടയാളങ്ങളും ചിഹ്നങ്ങളില്ലാത്തതിന്റെ ഭാഗമായിട്ടാണ് ഐക്യത്തിന്റെ കൊടി എംബ്ലം വയ്ക്കാതെ ആ 3 കളർ അടങ്ങിയ ചുമപ്പ്, വെള്ള, നീല, ഇതിൽ KSS എന്ന് മാത്രം, കുറവർ സമുദായ സംരക്ഷണ സമിതി എന്ന് മാത്രം എഴുതിയിട്ടുള്ള KSS എന്നുള്ള ഇംഗ്ലീഷിൽ 4 അക്ഷരങ്ങൾ പതിച്ചിട്ടുള്ള ഈ പതാകയാണ് കേരളത്തിൽ സർക്കാർ അനുവദിച്ച് ഈ കഴിഞ്ഞ സെപ്റ്റംബർ 26-ാം തീയതി ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ചുവപ്പ്, വെള്ള, നീല എന്നീ നിറങ്ങളോട് കൂടിയതാണ് പതാക. KSS എന്ന അക്ഷരങ്ങളും ഉണ്ടാകും. എല്ലാ വർഷവും ജൂൺ 12 സ്ഥാപക ദിനമായും സെപ്റ്റംബർ 26-ന് പതാക ദിനമായും ആചരിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിലെ കുറവർ സമുദായ സംഘടനകളെ യോജിപ്പിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുമെന്നും അവർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉളവുകാട് ജയപുത്രൻ, പ്രസിഡന്റ് A. അനിയൻ, ട്രഷറർ K. രവീന്ദ്രൻ, K. വത്സല, M. മനോജ് എന്നിവർ പങ്കെടുത്തു.